കാഹളം കേൾക്കുമ്പോൾ പോകാൻ പറ്റാത്തവർ. എന്തുകൊണ്ടായിരിക്കും? അവർ തെറ്റിപ്പോയത് കൊണ്ട്, അവരെ അങ്കി വെളുപ്പിച്ചതിനെ അവർ അഴുക്കാക്കിയത് കൊണ്ട്, പാപം ചെയ്തു. അതുകൊണ്ട് സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ, നാം എപ്പോഴും സുരക്ഷിതരായിരിക്കണം. നേരത്തെ ഒരു വെളിപ്പാട് പറഞ്ഞതുപോലെ തീയുടെ ശക്തിക്ക് തന്നെ നീ ആയിരിക്കണം. ഹല്ലേലൂയ. നീ തീയുടെ ബലത്തിൽ തന്നെ നീ നിന്റെ കുടുംബവും സഭയും നീ ആയിരിക്കണം. പരിശുദ്ധാത്മാവ് വേണ്ടത്, പരിശുദ്ധാത്മാവ് നിന്നിൽ എന്നും നിറഞ്ഞുകൊണ്ടേയിരിക്കണം. അന്ന് സ്നാനപ്പെട്ടവർ അതിനകത്ത് കിടന്ന് കഷ്ടം അനുഭവിക്കും. പ്രസംഗിച്ചവർ കാണത്തില്ലേ? പ്രവചിച്ചവർ കാണത്തില്ലേ? ഹല്ലേലൂയ. ശക്തിയോടെ ഞാൻ രോഗശാന്തി ചെയ്തു, ഞാൻ അത്ഭുതം ചെയ്തു എന്ന് പറഞ്ഞവർ കാണത്തില്ലേ? ഇനി ലോകം അത്രത്തോളം ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാത്താൻ മനുഷ്യനെ വഞ്ചിച്ച് പാപത്തിലേക്ക്, യഥാർത്ഥ ശുശ്രൂഷയിൽ നിന്ന് അകറ്റി അകറ്റി അവൻ മരണത്തിലേക്ക്, അഗാധമെന്ന മരണത്തിലേക്ക്, കർത്തവെന്ന മരണത്തിലേക്ക്, മഹാന്തമെന്ന മരണത്തിലേക്ക് അവൻ കൊണ്ടെത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് സ്നാനപ്പെട്ടവർ കാണാം, ഞാൻ രോഗശാന്തി ചെയ്തു എന്ന് പറഞ്ഞവൻ കാണാം, അന്യഭാഷകൾ പറഞ്ഞവൻ കാണാം, ഗോത്രക്കാർക്കാണ്. ഞാൻ നാളെ സ്നാനപ്പെട്ടാൽ മതി, എന്റെ മക്കളുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ സ്നാനപ്പെടാമെന്ന് പറഞ്ഞവർക്കാണ്. അങ്ങനെ ഇതുപോലെ തന്നെ രണ്ട് തലത്തിൽപ്പെട്ട കൂട്ടര് അന്ന് മഹോപദ്രവ കാലഘട്ടത്തിൽ ഉണ്ടാകും. മറന്നു പോകരുത്. ഹല്ലേലൂയ. ആരൊക്കെ മഹോപദ്രവ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത്, മറ്റെല്ലാം നമുക്ക് പറയാൻ പറ്റും, യഹൂദ ഗോത്രക്കാർ. ഹല്ലേലൂയ. അത് വചനം മത്തായി സുവിശേഷം വായിച്ചു. യഹൂദ ഗോത്രക്കാർ, പിന്നെ ആമെ ദൈവത്തെ മാറിപ്പോയവർ, പാപം ചെയ്തവർ, അന്യഭാഷ പറഞ്ഞിട്ടും തെറ്റ് അല്ലെങ്കിൽ തെറ്റിലേക്ക് പോയവർ, വിശ്വാസം തെറ്റിപ്പോയവർ, ഇവർക്കൊക്കെയാണ് ഏറ്റവും മഹാവേദനകൾ കടന്നു വരുന്നത് അന്നാളിൽ. അവരാണ് ഇങ്ങനെ യേശുവോട് പറയുന്നത്, എന്താ? യേശുവേ, എന്റെ മുഖം മറയ്ക്കണമേ, ആ ന്യായയുടെ മുമ്പിൽ എന്നെ ആക്കിയത് വായിച്ചു നിർത്താം. സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും, സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും, കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും, കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. ഇനി വരാതിരിക്കുന്ന ന്യായവിധിയുടെ മുമ്പിൽ ഞങ്ങളെ അതിനായിട്ട് ഒടുക്കണമേ, അതിനായിട്ട് ഞങ്ങളെ മറയ്ക്കണമേ എന്ന് നിലവിളിക്കുന്നവർ ആ മഹോപദ്രവ കാലഘട്ടത്തിൽ ഉണ്ടാകും. മറന്നു പോകരുത്. പക്ഷെ എത്ര പൊട്ടിച്ചിരിക്കും ഈ കഷ്ടത്തിൽ. ഈ അഞ്ചാമത്തെ മുദ്രയ്ക്കകത്ത് നമ്മൾ ആയിരിക്കുമ്പോഴും ഈ കഷ്ടത്തിൽ, ഈ ഉപദ്രവ കാലഘട്ടത്തിൽ നമുക്ക് പറ്റുന്നില്ല. പിന്നെ അതിനുശേഷം മധ്യാകാശത്തിൽ പോയിട്ട് ഒരു മഹാപദ്രവ കാലഘട്ടത്തിൽ വരുന്ന ഈ മക്കൾ എങ്ങനെ പൊട്ടിച്ചു നിൽക്കും? എങ്കിലും അവർ നിലവിളിക്കുന്നുണ്ട്. രണ്ട് കൂട്ടർ, ഇതുപോലെ രണ്ട് കൂട്ടർ അന്നും കാണും. അവർ നിലവിളിക്കുന്ന വിളിയാണ്. ഒന്നുകൂടി വായിച്ച സിസ്റ്റർ. സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വന്നവും, ദൈവത്തിന്റെ മുഖം കാണാതെ വന്നവും, ആ ന്യായവിധി, കുഞ്ഞാടിന്റെ ന്യായവിധി എന്നിൽ തട്ടാതെ വന്നവും ഞങ്ങളെ മറക്കണമേ എന്ന് ഈ കോപ ദിവസത്തിലും അവർ വിളിക്കുന്നുണ്ട്. അവർ സത്യമറിഞ്ഞവരായിരിക്കും. ഹല്ലേലൂയ. ശക്തിയോടെ ആമേൻ. പകൽക്കാലം കണ്ണുകളും മൂടിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തിയിലും കൃപയിലും ഹല്ലേലൂയ അപ്പോൾ ആയിരിക്കാൻ ദൈവകൃപ തന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവേ. നീ എപ്പോഴാണ് ദൈവ ആലോചന, എപ്പോഴാണ് ദൈവഹിതം കർത്താവേ, അതിനനുസരിച്ച് ബാക്കി കൂടി പ്രസംഗിപ്പാൻ പരിശുദ്ധാത്മാവും ശക്തി അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഈ വചനത്തിന്റെ ശക്തി, അപ്പോൾ ഞങ്ങൾ പരിശുദ്ധാത്മാവ്, ഈ ദൈവത്തിന്റെ വചനം, ഈ കേട്ട ദൈവത്തിന്റെ ആലോചനകൾ കർത്താവേ, ഞങ്ങൾ അതിനകത്ത് ശക്തിപ്പെട്ട് ഞങ്ങൾ ഉറപ്പുള്ളവരായിട്ട് ഞങ്ങൾ ഇതിനെ ജയിക്കുവാനുള്ള ശക്തി ഞങ്ങളുടെ മേൽ തരണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ സ്തോത്രം. എല്ലാവരും എഴുതി നിന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സ്ഥാനങ്ങൾ ദൈവപൈതലേ ഇന്ന് എഴുതി നിന്നാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആ വൃക്ഷത്തിലൂടെ എന്നിലൂടെ കായ്ക്കുന്ന, എന്നിലൂടെ പുറത്തു വരുന്ന തലമുറകൾ
ശക്തീകരിക്കണമേ. ഈ സഭയ്ക്കകത്ത് കർത്താവിന്റെ സാന്നിധ്യം നിറയട്ടപ്പ. എന്താണ് പലപ്പോഴും ചോദിച്ചു കർത്താവ്, എന്താണപ്പ ഈ കഷ്ടത, എന്താണ് കർത്താവ് ഈ വേദന? തീയുടെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ചിലതിനെ ആധിപത്യത്തിന്, ഉപദ്രവത്തിന്, അപ്പൊ അതിന്റെ അധികാര വാഴ്ചകളെ ജയിക്കുവാൻ അവന്റെ മുദ്രകളെ പൊട്ടിച്ച് അവന്റെ മുമ്പിൽ തോൽക്കാനല്ല ഈ സഭ. ഈ സഭ അവന്റെ ശക്തിയുടെ മുമ്പിൽ തോൽക്കാനല്ല. എന്തുകൊണ്ട് ഇന്ന് മനുഷ്യത്വം പ്രാപിക്കാൻ ഒരു തീയുടെ അധികാരത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം യേശുവേ ഇതിനകത്ത് ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇതെല്ലാവരും നിലവിളിക്കുക. എന്നെ വന്നപോലെ സകല കുറവുകള്, എന്നെ വന്നപോലെ സകല ചോദ്യങ്ങള്, എന്റെ മറുപടി അപ്പാ നിന്റെ കണ്ണുന്ന ദൈവത്തിന്റെ ശക്തി സാന്നിധ്യയിലുണ്ട്. നീ ചോദിച്ച മറുപടിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യയിലുണ്ട്. ദൈവ പൈതലേ, ഈ അഭിഷേകത്തിന്റെ സാന്നിധ്യം എന്ന് പകൽക്കാലം പ്രാപിച്ചെടുത്തേ പറ്റത്തുള്ളൂ. പ്രവചനം നീ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. കാരണം അത് നിന്റെ നിലനിൽപ്പ് മാത്രമല്ല, നിന്റെ തലമുറയുടെ നിലനിൽപ്പാണ്. നീ പ്രാപിക്കുന്ന അഭിഷേകം, നീ പ്രാപിക്കുന്ന അഭിഷേകം മരിച്ചു പോകയില്ല. നാം മരിച്ചു പോയാൽ ആ അഭിഷേകം നിലനിൽക്കും. അത് ജീവൻ പ്രാപിക്കും. അത് ജീവൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഓ ഹല്ലേലൂയ. കരമടിച്ച് പ്രാപിക്കും. നീ പ്രാപിക്കും. നീ പ്രാപിക്കുന്ന അഭിഷേകം പരിശുദ്ധങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു. അത് മരിക്കുകയില്ല. അത് ജീവൻ കൊടുത്തുകൊണ്ടേയിരിക്കും. നീ പ്രാപിക്കും. ദൈവത്തിന്റെ പ്രവചന വെളിപ്പാടുകൾ, ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓ കരമടിച്ച് ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് ദൈവത്തിന് മഹത്വം കാണാം. കർത്താവേ, എന്റെ ദൈവം നീ ശക്തമായിരിക്കുന്ന, എന്റെ ദൈവം വച്ചിരിക്കുന്ന എന്താണ് ദൈവകൃപകൾ? വെളിപ്പാടായിരിക്കാം, അത് ശുശ്രൂഷയായിരിക്കാം, അത് പ്രവചനമായിരിക്കാം, അത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥനയായിരിക്കാം, ആമേൻ, നാളുകളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥനയായിരിക്കാം. ഇന്ന് പകൽക്കാലം ഈ ഭൂമിയിൽ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങൾ ദൈവ പൈതലേ നീ പൂർത്തീകരിച്ചേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ ഓ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഓ ശക്തിയോടെ ഓ ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടപ്പ. അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേല് എന്റെ ആത്മാവിനെ കാട്ടാതെ പകല് അവൻ എവിടെയും ഹല്ലേലൂയ എവിടെക്കാൾ രക്ഷിക്കാം, രക്ഷകനെ കാണാം. അത് മൃതന്മാർ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരട്ടെ. ഓ അഭിഷേകം പകരണമേ, ആത്മാവെ തുണിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്റെ കവിയണമേ, അഗ്നിനാവുകളെന്റെ കവിയണമേ, ആത്മാവെ കവിയണമേ, അഭിഷേകം പകരണമേ, ആത്മാവെ കവിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്നെ കവിയണമേ, അഗ്നിനാവുകളെന്നെ കവിയണമേ, ആത്മാവെ കവിയണമേ, അഭിഷേകം പകരണമേ, ആത്മാവെ കവിയണമേ, അഭിഷേകം പകരണമേ, ആത്മാവെ കവിയണമേ, അഭിഷേകം പകരണമേ, ആത്മാവെ കവിയണമേ, അഭിഷേകം പകരണമേ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനാൽ മോശകര ദീപകം കൊടുത്തവരേ, ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനാൽ മോശകര ദീപകം
ഇന്ന് പലകാല ദൈവ സാന്നിധ്യം നിന്നെ തൊടുവാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നെ തൊടുവാൻ വേണ്ടി ഇന്ന് കർത്താവേ ഇപ്പോൾ നിന്റെ മക്കളുടെ അഭിഷേകത്തിന്റെ കരം ചലിക്കട്ടെ. ഒരു വെള്ളം തിളക്കുന്നത് പോലെ ഒരു വെള്ളം തിളക്കുന്നത്